ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് മാത്രം സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒരു പരിപാടിയിലേക്ക്, ഒരു മീറ്റപ്പിലേക്ക് സ്വാഗതം ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഒരു സബ്സ്ക്രൈബർ മീറ്റപ്പ് വെച്ചൂടെ എന്നുള്ളത്. ഉണ്ണി വ്ളോഗ്സ്, സിനിഫൈൽ, അതുപോലെ സിനിമ ടോക്സ്, 2 ചാനൽസ് ഉണ്ട്. 2 ചാനൽസ് പ്ലസ് ഇൻസ്റ്റാഗ്രാം. അങ്ങനെ നമ്മളെ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന നമ്മുടെ കണ്ടൻറ്റ് ഒരുപാട് കാണുകയും ചില ആൾക്കാർ യൂട്യൂബിൽ അവരെത്ര വീഡിയോ കണ്ടു എന്നുള്ളതിൻ്റെ കൗണ്ടൊക്കെ എടുത്ത് അയച്ചു തരും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ അത്രയും ഇഷ്ടപ്പെടുന്ന ഫോളോ ചെയ്യുന്ന ആളുകളെ നേരിട്ട് കാണുക, അവരോട് സംസാരിക്കുക എന്ന് പറയുന്നൊരു ഉദ്ദേശത്തിൽ, ആഗ്രഹത്തിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മളൊരു മീറ്റപ്പ് എന്ന് പറയുമ്പോൾ ചുമ്മാ എല്ലാവരും കൂടി വന്ന് എന്നെ ചുമ്മാ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങളെ വിളിക്കാമെന്ന് പറയുന്നത്, അതിലും എന്തെങ്കിലും നമുക്കൊരു വാല്യൂ ആഡ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത്. ഞാൻ ഉണ്ണിയുടെ കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെവൽ ഓഫ് കമൻസും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് ഞാനാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ സംസാരിക്കുന്നത്. എനിക്കറിയാം ഉണ്ണി എസ്പെഷ്യലി കുറേ ആൾക്കാരുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. രാവിലെ വർക്കിന് പോകുന്ന സമയത്ത്, എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വീട്ടിൽ ജോലി, ഞാനൊരു സെറ്റ് ഓഫ് കമൻസ് ഒക്കെ ചിലപ്പോൾ കാണാറുണ്ട്. വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതിന് താഴെ വന്ന് കുറേ ആൾക്കാർ ഞാൻ ഡ്രൈവ് ചെയ്യുന്നു, ഞാൻ തുണി വാഷ് ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കുറേ കമൻസ് കാണാറുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും കുറച്ച് ആൾക്കാരെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരെയും നേരിട്ട് കാണാത്ത ആൾക്കാരാണ്. അപ്പം നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റുന്നു, എനിക്കും അതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഉണ്ണി പറഞ്ഞതുപോലെ ഈ ഒരു മീറ്റപ്പ് എന്ന് പറയുന്നത് ഉണ്ണിയും ഫസ്റ്റ് ടൈമാണ് ഒരു മീറ്റപ്പ് വെക്കുന്നത്. നമ്മൾ ആലോചിച്ചപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായാൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ട് നമ്മൾ അത്തരത്തിലൊരു ബേസിക് ഒരു പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഉണ്ണി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. അത് പറയാനല്ലേ ഞാൻ നിനക്ക് തന്നത്, അപ്പോൾ എനിക്ക് തന്നെ തിരിച്ചു വെച്ചല്ലേ. ഓക്കെ, നമ്മളിപ്പോൾ ഈ അടുത്തായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഗോ ത്രൂ ചെയ്തിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ജേണിയാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞത്, എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു ലേറ്റ് സ്റ്റേജിൽ നിന്നാണ് ഫീൽ ചെയ്യുന്നത്. കാരണം കുറച്ചും കൂടി യങ് ആയിട്ടുള്ളൊരു ഏജിൽ നമ്മളൊരു ടീനേജോ അതിനിപ്പുറത്തോ നിൽക്കുമ്പോൾ ആരെങ്കിലും ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞു തന്നിരുന്നെങ്കിൽ ചില തീരുമാനങ്ങൾ നന്നായി എടുക്കാമായിരുന്നു, ചില സിറ്റുവേഷൻസ് കുറച്ചും കൂടി നന്നായി ഓവർകം ചെയ്യാമായിരുന്നു എന്ന് പറയുന്നൊരു തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ട്. സോ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു തിരിച്ചറിവിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ആ തിരിച്ചറിവിനെ കൂടി സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നൊരു അവസരമായിട്ട് ഇതിനെ കണ്ടുകൂടാ. അതൊന്ന്. 2, ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും പല ആളുകളുടെ ഉള്ളിലുള്ളൊരു ടെൻഷൻ എന്ന് പറയുന്നത്, നമ്മളെങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൺഫ്യൂഷൻസ് ഒരു പരിചയമില്ലാത്ത ഒരാളോട് എങ്ങനെയാണ് നമ്മൾ പറയുക. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് ചെന്നിരിക്കുമ്പോൾ പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഡോക്ടർ എനിക്ക് തലവേദനയും തുമ്മലും ഒക്കെ ഉണ്ടെന്ന്. പക്ഷേ മനസ്സിൽ ഇതെന്താണെന്ന് പോലും, സിറ്റുവേഷൻ എന്താണെന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയാണ് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ പല ആളുകളും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഈ സൈക്കാട്രിസ്റ്റിന് ചെന്ന് കാണുന്ന സമയത്ത് അവർ ഭയങ്കര ജഡ്ജ്മെൻ്റൽ ആയതിൻ്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻസിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതിൻ്റെ ഒരു യഥാർത്ഥ സത്ത എന്താണ്, നമ്മളെങ്ങനെയാണ് അയാൾ ടച്ച് ചെയ്ത് തുടങ്ങുക, എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരിക എന്ന് പറയുന്ന ഒരു ബേസിക് ഐഡിയ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ആൻഡ് അതിൽ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവുക എന്ന് പറയുന്ന 2 കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ എൻ്റെ ആദ്യത്തെ മീറ്റപ്പാണ്. നമ്മൾ ഒരുപാട് ആളുകളിരിക്കുന്ന മീറ്റപ്പ് കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെ വിളിച്ചൊരു ഹാളിൽ കൊണ്ടുവന്നിരുത്തി ഉച്ചയ്ക്ക് ബിരിയാണി തന്ന് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ലെവലിൽ വന്ന് പ്രഭാഷണം നടത്തി പോകുക എന്ന് പറയുന്നത് അത് ഭയങ്കര, നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ആ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ ആ കാണുന്നതിൽ കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ കണ്ടുവന്ന് വരും. പക്ഷേ നമ്മളൊരു 20-ൽ താഴെയുള്ള ആളുകളായിട്ട് നമ്മളതിനെ ചുരുക്കുകയാണ് ഫസ്റ്റത്തെ ആയതുകൊണ്ട്. ആൻഡ് ആ വരുന്ന ആളുകൾ നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അതായത് ഞാനും അവരോട് സംസാരിക്കും, ശ്രുതി സംസാരിക്കും, നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആ ഈവൻറ്റിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മെൻ്റൽ ഹെൽത്തിനാണ്. അതുകൊണ്ട് നമ്മളോടൊപ്പം ഞങ്ങളുടെ തെറാപ്പിസ്റ്റായിട്ടുള്ള ഡോക്ടർ ഹൃദയ ഉണ്ടാവും, ആൻഡ് വേറെയും ഡോക്ടേഴ്സ്, അവരുടെ ഒരു ടീമായിട്ട് നമ്മളോടൊപ്പം ഉണ്ടാവും. അന്നത്തെ ദിവസം അവർ നമ്മളോട് സംസാരിക്കും, എന്താണ് അവരുടെ പ്രോസസ്സ് എന്നുള്ളത്. സംസാരിച്ച് തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവരോട് സംസാരിച്ച് തുടങ്ങാം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റുകളോട് സംസാരിച്ച് തുടങ്ങാനുള്ള ഒരവസരം തന്നുകൊണ്ട് ഒരു 20 പേരിൽ താഴെയുള്ള ആൾക്കാരെ മാത്രം, കാര്യം അവരും അത്രയും ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ശരിക്കും ഒരു 50-100 പേർക്കൊക്കെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരണമെന്നുണ്ട്. പക്ഷേ അവർക്ക് 20 പേരെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. സോ അത്രയും ആളുകളെ
കൊണ്ടുള്ള ഒരു ചെറിയ പരിപാടിയാണ് ആലോചിക്കുന്നത്. നമുക്കറിയാം ഇതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഈ 20 പേരെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്യുന്നു എന്നല്ല കേട്ടോ. ഉണ്ണിയുടെ ചാനൽ ഒരു പേര് ഉണ്ണി വ്ളോഗ് സിനിഫൈൽ എന്നായതുകൊണ്ട് തന്നെ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് കേരള ചലച്ചിത്ര അക്കാദമിയിൽ കോൺടാക്ട് ചെയ്ത സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഏതെങ്കിലും പഴയ മൂവീസൊക്കെ എടുത്തിട്ട് അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ കൺസൾട്ട് ചെയ്ത് സൈക്കോളജിസ്റ്റ് ആരാണ് എന്നുള്ളതാണ്. എന്നിട്ട് അവരുടെ ഒരു സെറ്റ് ഓഫ് ഡൗട്ട്സ് ഒക്കെ പറയുന്നതുകൊണ്ട് നമുക്ക് 2 രീതിയിലും നമുക്ക് മീറ്റപ്സ് അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് മീറ്റപ്പ് എറണാകുളത്ത് നടത്താം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഡോക്ടേഴ്സിനൊക്കെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് അതാണ്. നമ്മൾ ഇതേപോലെ ബാക്കി ഡിസ്ട്രിക്റ്റിലൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോൾ നടക്കും എന്ന് നമുക്കറിയില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ നമ്മളൊന്ന് നടത്തി നോക്കട്ടെ ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് ലൈഫിൽ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ മീറ്റപ്പ് വെക്കാം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളും ഡോക്ടേഴ്സും ഒക്കെ ആയിട്ടൊരു ഫസ്റ്റ് ലെവൽ ഓഫ് ചർച്ച കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് വരുന്ന ആൾക്കാരുടെ പ്രൈവസിക്കാണ്. കാരണം ഇതിങ്ങനെ ഒരു സെഷൻ കൂടി ആയതുകൊണ്ട് തന്നെ ലൈഫിൽ പലതരം ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രൈവസി ഉറപ്പ് വരുത്തേണ്ടതും നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഒരു നമ്പറിലേക്ക് നമുക്ക് ഇത്തവണ ഇതിനെ ഒന്ന് ലിമിറ്റ് ചെയ്യാം. അതിനർത്ഥം ബാക്കി കാണാനോ കേൾക്കാനോ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യരെയും നമ്മൾ വിട്ടുപോകുന്നതല്ല. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രൈവസി ഉറപ്പുവരുത്തുക എന്നുള്ള ഘടകമുള്ളതുകൊണ്ട് അതൊരു വ്ളോഗായിട്ട് നമ്മൾ ചെയ്യില്ല. അവിടെ സ്ട്രിക്ട്ലി നോ ക്യാമറാസ്. പിന്നെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒരു ടോക്കൊക്കെ വേണം തോന്നിയാൽ. അതല്ലാത്ത പക്ഷം ആ ഈവൻറ്റിൽ നോ ക്യാമറാസ്. ഇത് നമ്മളൊരു കൊമേഴ്ഷ്യൽ പരിപാടിയായിട്ടല്ല. അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ ഈ ഫീസ് വാങ്ങിക്കലോ അങ്ങനത്തെ യാതൊരു പരിപാടിയില്ല. നിങ്ങൾ വരുന്ന ആൾക്കാരുടെ നിങ്ങളുടെ വരവിൻ്റെ ചിലവ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. ഈവൻറ്റ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസിനോ പൈസ മുടക്കലോ പരിപാടികളോ ഒന്നുമില്ലാതെ ഞങ്ങളും ഇതിൽ നിന്ന് മോണിറ്ററി ബെനിഫിറ്റ് എടുക്കുക എന്ന് പറയുന്ന ഉദ്ദേശമൊന്നുമില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകൾ, അവരിൽ കുറച്ച് ആളുകളിലേക്കെങ്കിലും നമുക്ക് ഈ മെൻ്റൽ ഹെൽത്ത് അവയർനെസ് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. കുറേ ആൾക്കാർ ഇപ്പോൾ കൂടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു, ചേട്ടാ ഞാൻ വളരെ മോശം കണ്ടീഷനിലാണ്, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്നുള്ളത്. അതിൽ ഞാൻ എൻ്റെ തെറാപ്പിസ്റ്റിനടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം, ഞാൻ അതിന് പ്രിപ്പയർഡ് ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാനും ഒരുപാട് ഹീലിംഗ് ജേർണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരാളുടെ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് എന്നെയും മെൻ്റലി എഫക്റ്റ് ചെയ്യും. ഞാൻ അതിലിങ്ങനെ ഇരിക്കും, എൻ്റെ വർക്കിനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ ഈ വർക്ക് ഞാനിപ്പോൾ ചെയ്യുന്നതിൽ ഒന്ന് എൻ്റെ റവന്യൂ ഉണ്ടാക്കൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മാത്രമല്ല നമ്മൾ പല വീഡിയോസും പല ടോപ്പിക്സും ഇപ്പോൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് കുറേ ആളുകളെ ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറേ ആളുകൾക്ക് ആശ്വാസമാകുന്നുണ്ട്. അതിനെയും കൂടി ബാധിക്കും. അത് മാത്രമല്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇപ്പോൾ ഒരാൾ എന്നോട് അയാളുടെ ദുഃഖം മുഴുവൻ പറഞ്ഞാൽ അത് എന്നെ ഡൗൺ ആക്കും എന്നല്ലാതെ അയാൾക്ക് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ അതിന് മാത്രം ട്രെയിൻഡും അല്ല, ഞാൻ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ആളല്ല. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് റിലേറ്റബിൾ ആവുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഞാനതിന് ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്കും പരമാവധി ആളുകളെ ഹെൽപ്പ് ചെയ്യണം, എല്ലാവരെയും കേൾക്കണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ നിലവിൽ ഐ എം നോട്ട് കേപ്പബിൾ ഫോർ ദാറ്റ്. അതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ആരുടെ അടുത്തും അങ്ങനെ പോയി ഇന്ന് സംസാരിക്കുന്നതിനേക്കാൾ ഒരു ട്രെയിൻഡ് പ്രൊഫഷണലിൻ്റെ അടുത്ത് തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുള്ളൊരു അവസരം അത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ പറയുന്ന 20 പേരിൽ ഒരാളാവാൻ പറ്റുകയാണെങ്കിൽ ഒരു 10 പേരോടെങ്കിലും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ജേർണി ഇതെങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ അത്രയും സന്തോഷം. ഞങ്ങൾക്ക് 100 പേരെ ഒരു പരിപാടിയിൽ ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ വരുന്ന 20 പേര് 10 പേരോട് പറഞ്ഞാൽ അത് 200 പേരിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റുകൾ വരും എന്നെനിക്കറിയാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ശ്രുതിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൊടുക്കുന്നുണ്ട്. ശ്രുതിക്ക് മെസ്സേജ് അയക്കുക. എനിക്ക് വേറെ അതല്ലാതെയും ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പാടാവും. ആൻഡ് ഇതിൻ്റെ കൂടെ ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു ജേർണി അതെങ്ങനെയാണ് ഞങ്ങളെ എഫക്റ്റ് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഈ വീഡിയോയിൽ നമ്മൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നീ പറഞ്ഞു. നമ്മൾ ഈ മെൻ്റൽ ഹെൽത്ത് ജേർണിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇതിത്ര വലിയ കാര്യമാക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇതിന് ഇത്രയും പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് അതിനകത്തുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ് കൊണ്ടിട്ടാണ് അവരത് പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളും ഈ ഒരു ജേർണിയിലേക്ക് എത്തുന്നതിന് മുൻപ് നമ്മളോട് ഒരാളിത് പറയുന്ന സമയത്ത് നമുക്കതിനെക്കുറിച്ചിട്ട് നമുക്കത് കണക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങളിപ്പോൾ
ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ പോയി, നിങ്ങൾ ആ സ്ഥലം എക്സ്പീരിയൻസ് ചെയ്തു, നിങ്ങൾക്ക് അവിടുന്ന് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോട് നിങ്ങൾ പറയില്ലേ, ഞാനൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നിങ്ങളും പോകണം എന്ന് പറയില്ലേ? അതേപോലെ ഇതിനെ കണ്ടാൽ മതി. ഞങ്ങൾ രണ്ടുപേരും പേഴ്സണലി ഈ ഒരു ജേണിയുടെ എല്ലാ നല്ല വശങ്ങളും അറിഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. അതിനു മുൻപ് നമുക്കൊരു ഫേസ് ഉണ്ടായിരുന്നു, അത് കടന്നു പോകാൻ എന്തുമാത്രം പ്രയാസമായിരുന്നു വിത്തൗട്ട് ദെയർ ഹെൽപ്പ് എന്നും നമുക്കറിയാം. അങ്ങനെ വരുന്നത് കൊണ്ടാണ് നമ്മളിത് മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തട്ടെ. പിന്നെ നമുക്ക് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന്, നമ്മുടെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തുനിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് മനുഷ്യർക്കെങ്കിലും ഒന്ന് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ അതങ്ങനെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. എൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണ്. നമ്മൾ ഈ ഒരു ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റക്കായി പോകുന്ന മൊമെൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ മനുഷ്യരാണ്, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളത് ഫേസ് ചെയ്യും. എന്താണ് പറ്റുന്നത് അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് നമുക്കറിയാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും അത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സ്റ്റക്കായിട്ടുള്ള ഫേസിൽ നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അറിയുന്നുണ്ട് എന്താണ് കാര്യം, എന്താണ് എൻ്റെ പ്രശ്നം എന്നെനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് എന്തുകൊണ്ട് വരുന്നു അല്ലെങ്കിൽ ഞാനിതിനെ എങ്ങനെ ഓവർകം ചെയ്യും എന്നെനിക്കറിയില്ലായിരുന്നു. ഞാൻ പലരോടും സംസാരിച്ച വഴി എനിക്ക് മനസ്സിലായിട്ടുള്ളത്, പലരും ചോദിക്കുന്നത് നിനക്കറിയാമല്ലോ എന്താ കാര്യം എന്നുള്ളത്, അപ്പോൾ പിന്നെ എളുപ്പമല്ലേ എന്നാണ് ചോദിക്കുക. പക്ഷേ നമ്മൾ അറിയുന്നതും അതറിഞ്ഞിട്ട് നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. നമുക്ക് പല കാര്യങ്ങളും അറിയാമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സ്റ്റേറ്റിൽ ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് എനിക്ക് ആ റിയലൈസേഷൻ വരുള്ളൂ. നമുക്ക് എന്താണെന്നറിയാമോ, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷേ ആ സമയത്ത് വരുന്ന വലിയൊരു ടെൻഡൻസി, എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ, ഞാൻ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇങ്ങനെയാണെന്ന് പറയുന്നില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സെൽഫ് ബ്ലെയിം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഭയങ്കര കൂടുതലായിരുന്നു. ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തു, ഞാനെടുത്ത തീരുമാനങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് വന്നു, ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ, ഞാൻ കുറച്ചുകൂടി നല്ല തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ, ഞാനെന്ന് അത് ചെയ്താൽ, ഇത്തരത്തിലുള്ള ചിന്തകളായിരുന്നു എനിക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത്. അതായത് എനിക്ക് ബേസിക്കലി എന്തോ വലിയ കുഴപ്പമുണ്ട്, ഇതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ എൻ്റെ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ജേർണിയിൽ 4 ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഡോക്ടേഴ്സിനല്ല, അതിൽ ഒരാൾ ലൈഫ് കോച്ചായിരുന്നു, അശ്വതി ശ്രീകാന്ത് എന്ന് പറഞ്ഞു. ബാക്കി 2 സൈക്കോളജിസ്റ്റുകളും ഒരു സൈക്യാട്രിസ്റ്റുമായിരുന്നു. എനിക്ക് ഈ 4 പേരെ കണ്ടതിലും എനിക്കൊരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ 4 പേരെ മാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിന്ന സ്ഥലം, അവരെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം, ലൊക്കേഷൻ, ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ ഈ 4 പേരെ മാറി മാറി കൺസൾട്ട് ചെയ്തത്. ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടർ ഹൃദയാണ്. ഡോക്ടർ ഹൃദയാണ് നമ്മുടെ മീറ്റപ്പിനും വരുന്നത്. ഡോക്ടർ ഹൃദയ ഉണ്ടാവും, ഹൃദയയുടെ ഒരു ടീമും ഉണ്ടാവും. ഇന്നിപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങളോട്, എനിക്കാണെങ്കിലും ഉണ്ണിക്കാണെങ്കിലും ഇത്രയും നന്നായി സംസാരിക്കാൻ പറ്റുന്നതിൽ ഞങ്ങളോട് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. സെയിം ടൈം ഡോക്ടർ ഹൃദയോടും വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള 2 പേരാണ് ഞങ്ങൾ. ഹൃദയ എന്നോട് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇതേപോലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് ഞാനത് അന്നങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ, അന്നങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ പ്രശ്നം വരത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ കുറേ സംസാരിച്ച സമയത്ത്, കുറച്ച് വർഷങ്ങൾക്ക് ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഇടിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാനിങ്ങനെ ഒരു 1-2 ഇൻസിഡൻസ് ഇങ്ങനെ ഓർത്തെടുത്ത് ഹൃദയോട് പറഞ്ഞ സമയത്ത് ഹൃദയ എന്നോട് പറഞ്ഞത്, അന്ന് ഞാൻ തീർച്ചയായിട്ടും അന്ന് നമ്മൾ ഇതിനെക്കാട്ടിലും ചെറുതായിരുന്നല്ലോ. അപ്പോൾ അന്ന് എന്നോട് ഹൃദയ പറഞ്ഞൊരു കാര്യം, എടോ അന്നത്തെ ആ കുഞ്ഞു ശ്രുതിക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളോട് ഭയങ്കര കൈൻഡായിട്ടിരുന്നാലല്ലേ നമുക്ക് ഇന്നത്തെ നമ്മളെ നമുക്ക് നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അതെനിക്കൊരു ഭയങ്കര, ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സെൻറ്റൻസിലൊന്നാണത് ഹൃദയ എന്നോട് പറഞ്ഞതിൽ. എനിക്ക് അതിന് ശേഷം എന്നെ ബ്ലെയിം ചെയ്യാൻ തോന്നിയിട്ടേയില്ല. കാരണം നമ്മളോട് കൈൻഡായിട്ടിരിക്കുക എന്നുള്ളതുകൊണ്ട്. നമ്മൾ അന്ന് ഒരുപക്ഷെ നമ്മൾ ഹെൽപ്ലെസ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അന്ന് എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവുക. പോട്ടെ, അന്ന് നിങ്ങൾ ചിന്തിച്ചോ അറിഞ്ഞോ ഒന്നും ആയിരിക്കില്ല ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക. ബട്ട് ഇറ്റ്സ് നോട്ട് യുവർ മിസ്റ്റേക്ക്. നമ്മളൊരു സിറ്റുവേഷനിൽ എത്തിപ്പെടുന്നത് അത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളത് കൊണ്ടോ നമ്മൾ മോശമായതുകൊണ്ടോ ഒന്നുമല്ല. ആ ഒരു റിയലൈസേഷനാണ് എനിക്ക് ആദ്യം കിട്ടിയത്. അവിടെ നിന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്നിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. ബിക്കോസ് എനിക്ക് എന്നിലൊരു കോൺഫിഡൻസ് വരണം, എനിക്ക് സ്നേഹിക്കാൻ പറ്റണം. ഞാൻ പറഞ്ഞത് എന്നെ ഞാൻ സ്നേഹിച്ചിട്ടേ ഇല്ല എന്നല്ല, പക്ഷേ എന്നിട്ടും ഞാൻ ആ സിറ്റുവേഷനിലെത്തി.
അത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ് അവിടെ. പക്ഷേ ഇതൊന്നും നമ്മുടെ മിസ്റ്റേക്ക് അല്ല, ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. തീർച്ചയായും നമ്മളെടുത്ത ചില തീരുമാനങ്ങൾ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നതിലും നല്ലൊരു ഫ്യൂച്ചർ നമ്മളെ കാത്തിരിപ്പുണ്ട് എന്നൊക്കെ പറയുന്നൊരു ചിന്ത നമുക്കുണ്ടായാൽ മാത്രമാണ് നമുക്ക് നമ്മളിൽ വർക്ക് ചെയ്യാനൊരു കോൺഫിഡൻസ് കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ സ്റ്റക്കായി പോയിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ട് എന്ന്. അവിടെ നിന്ന് എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ തോന്നിച്ച ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽപ്പുണ്ടെങ്കിൽ വരൂ, ഇപ്പം പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യൂ. നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, നിങ്ങളിത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മറ്റേ അങ്ങനെ മോട്ടിവേഷൻ തന്ന് നിങ്ങളെ ഞാൻ ക്വിക്കായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയല്ല ചെയ്യുന്നത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ഒരുപാട് മുറിവുകൾ നമ്മുടെ ഉള്ളിലുള്ള വ്യക്തികളാണ്. നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ട് ഇന്നിപ്പം നമ്മൾ എത്തി നിൽക്കുന്ന മൊമെൻറ്റ് വരെ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുള്ള മനുഷ്യന്മാരാണ് നമ്മൾ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാമോ? നിങ്ങളുടെ കയ്യിലൊക്കെ കുറേ മുറിവുകളുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കതിൻ്റെ പെയിൻ അറിയാൻ പറ്റുന്നുണ്ട്, പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളതേ പെയിൻ കൊണ്ട് അങ്ങനെ നടന്ന് ആ മുറിവുകളൊക്കെ ഉണങ്ങാതിരുന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മൂവ് ഓൺ ചെയ്യണ്ടേ? അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ നമ്മുടെ അടുത്തേക്ക് വന്ന് ആ മുറിവൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്, നമ്മളെ അതിന് പ്രിപ്പയർ ചെയ്യിക്കുകയാണ്. അങ്ങനെ വരുന്നൊരു മൊമെൻറ്റിൽ നമ്മൾ അവിടെ തൊട്ടൊരു എഫേർട്ട് എടുത്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറയുന്നത്, അവർ നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കും. അവിടെ നിന്ന് നമുക്കൊരു എഫേർട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഹീലാവുന്നത് നമ്മൾ അറിയും. അതായത് നിങ്ങൾ എത്രത്തോളം പെയിൻ നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കടന്നുപോയ സിറ്റുവേഷനിൽ നിന്ന്, അതിനേക്കാട്ടിലും എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ആണ് നിങ്ങൾ ഹീലാവുന്നത് നിങ്ങൾ അറിയുന്നതെന്നറിയോ? എനിക്കത് പറഞ്ഞു തരുന്നതിന് ലിമിറ്റേഷനുണ്ട്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. മുറിവുകളുണ്ടായിട്ടുള്ള എല്ലാ മനുഷ്യരും ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ആ ഹീലിംഗ് പ്രോസസ്സിൻ്റെ, ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ തെറാപ്പി കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ആ ഹീലിംഗ് പ്രോസസ്സിൻ്റെ ആ ഒരു സുഖം നമ്മളൊക്കെ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്, നമ്മളത് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു ഒക്കേഷന് അതിങ്ങനെ തന്നെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചതും അതുകൊണ്ടാണ്. ഉണ്ണിക്ക് പറയാൻ ഉണ്ണിയുടേതായിട്ടുള്ള എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് സൈക്കാട്രിസ്റ്റ്, ഒരുപാട് സൈക്കോളജിസ്റ്റ് അങ്ങനെ കണ്ടിട്ടില്ല. ആദ്യം ഞാൻ പോയി കാണുന്ന സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സംഗീതയാണ്. അവിടെ നിന്ന് നേരെ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. അത് ഡോക്ടർ ഹൃദയാണ്. അവർ രണ്ടുപേരും തന്നെയാണ് ഇപ്പോഴും. ഞാൻ മെഡിസിൻ എടുത്തിട്ട് തന്നെയാണ്. നമ്മൾ ശരീരത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നത് പോലെ മനസ്സിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, നമ്മുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് സൈക്കാട്രിസ്റ്റിനെ ചെന്ന് കാണുമ്പോൾ എനിക്ക് ആകെ അവരോട് എനിക്കൊന്ന് ഉറങ്ങണം, എനിക്കൊരു ഉറക്കഗുളിക തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഉറക്കം വരുന്നില്ല, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലാത്ത സമയത്ത് ടയർഡായിട്ട് ഉറങ്ങുന്നു. ലൈഫിൽ ഒരുപാട് ബാഡ് ഡിസിഷൻസ് അടുപ്പിച്ചെടുത്ത എന്നെപ്പോലെ വളർത്തപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇതാണ് നോർമൽ എന്ന് പറഞ്ഞ് ജീവിക്കാൻ നിർബന്ധിതനായി അങ്ങനെ മുന്നോട്ട് പോയി. ഒരു സമയത്ത് ഇതിനപ്പുറം ഞാൻ ഇല്ല, തീർന്നു എന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്ന് അവിടെ നിന്നുള്ളൊരു തിരിച്ചുവരവായിരുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഞാനെടുത്ത തീരുമാനമാണ്. ഡിഗ്രിക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നത് വരെയുള്ള ഡിസിഷൻ എല്ലാം അമ്മ എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തീരുമാനിച്ചതാണ്. ഞാനിങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇത് ചെയ്യും, എൻ്റെ ലൈഫ് ഇങ്ങനെ. എൻ്റെ ലൈഫിൽ ഞാൻ എടുക്കുന്ന ഓരോ കാര്യങ്ങളും, എൻ്റെ കൂടെയുള്ള ആളുകൾ, നമ്മൾ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്നത്, പാർട്ട്ണർ, സിറ്റുവേഷൻസ് എല്ലാം എൻ്റെ മാത്രം തീരുമാനങ്ങളാണ്. അങ്ങനെ പോയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും വീണ് പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സെയിം സിറ്റുവേഷനാണ്. നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. നമ്മൾ ആ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരുന്ന് റിവേഴ്സായിട്ട് ആലോചിച്ചുകൊണ്ടേയിരിക്കും. അന്ന് ഉണ്ടാക്കിയ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ, അന്ന് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ, അന്ന് ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ. ഞാൻ കുറേ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പലതും എൻ്റെ ലൈഫ് മാറ്റിമറിക്കാൻ പറ്റുന്ന കോഴ്സുകളായിരുന്നു. ഈ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന അവസരങ്ങൾ വന്നപ്പോൾ അത് മാറ്റി വേറെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മുഴുവൻ ബ്ലെയിമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കൂടെ നമുക്ക് പോലും അറിയാത്ത രീതിയിൽ എനർജി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊന്നിനെയും നന്നായിട്ട് നോക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിലും സംശയം, എല്ലാത്തിലും പേടി എന്ന് പറയുന്ന പോലെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ അക്യുമുലേറ്റഡ് ആയിട്ട് ഇപ്പോൾ തെറാപ്പി സെഷൻസിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു ഞാനുണ്ട്. അതായത് നമ്മൾ അത്രയും കാലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറന്ന് കിടക്കും, ഞാനാണ് എല്ലാം ചെയ്യുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളാണ് നമ്മളിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേദനയും പാടും വിഷമങ്ങളും ബുദ്ധിമുട്ടും എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ തൊലിപ്പുറത്ത് കാണുന്നില്ല എന്നേ ഉള്ളൂ. എൻ്റെ ഉള്ളിൽ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അത് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ടുകളുമായിട്ടാണ് ഞാൻ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണുന്നത്.
അവിടെ നിന്നാണ് ഈ പറയുന്ന ഹീലിംഗ് ജേണി ആരംഭിക്കുന്നത്. അതും പെട്ടെന്നൊന്നും ആയിരുന്നില്ല. ആദ്യത്തെ കുറച്ച് നാൾ മരുന്നായിരുന്നു, പതിയെ തെറാപ്പി സെഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അതും ഒരു ഡിസ്റ്റൻസ് ഇട്ടൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്കും ഈ പറയുന്ന ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ശ്രുതി പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ന് ചെയ്ത കാര്യങ്ങൾ തെറ്റാണ്, സ്വയം ബ്ലെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞു ശ്രുതിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതൊരു സിമ്പിൾ കാര്യമല്ലേ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് നാളെ ഒരാളിരുന്ന് വിഷമം പറയുന്ന സമയത്ത് ഈ ഉപദേശം കൊടുക്കാൻ തോന്നും. ദയവേത് അത് ചെയ്യരുത്. കാരണം അത് ശ്രുതിയുടെ മാത്രം പ്രശ്നവും ശ്രുതിക്കുള്ള മാത്രം ഒരു സൊല്യൂഷനുമാണ്. മാത്രമല്ല ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളല്ലേ, ഇത് എന്നോട് ചോദിച്ചാൽ ഞാനും പറയില്ലേന്ന് തോന്നും. പക്ഷേ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ പലതും ഉത്തരങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളപ്പോഴും ഇപ്പോൾ ഞാൻ അനുഭവിച്ച അത്രയും പ്രശ്നങ്ങളുമായി ഒരാൾ എൻ്റെ അടുത്ത് വന്ന് അയച്ചു കൊടുക്കാനുള്ള ഉപദേശം എന്തെങ്കിലും ഉണ്ടാവും. സ്റ്റോക്ക്ഡാണ്, നമ്മൾ മലയാളികൾ മുഴുവൻ അങ്ങനെ ട്രെയിൻഡാണ്. പക്ഷേ അതേ കാര്യം എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ സ്റ്റക്കായി പോകും. ആ സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ പാറ്റേൺ എന്താണ്, നമ്മുടെ ചുറ്റും സംഭവിച്ചത് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് വേണ്ടുന്ന ഒരു ചെറിയ കാര്യമൊക്കെ ആയിരിക്കും. ഇപ്പോൾ എന്നോട് ഞാനിങ്ങനെ ആലോചിച്ചു എൻ്റെ ലൈഫിൽ എന്തായില്ല ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആവുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് പറഞ്ഞത്. അതായത് എന്തുകൊണ്ട് ഞാനിങ്ങനെ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ എന്നൊന്ന് മാറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ആക്ച്വലി എന്നെക്കുറിച്ചാണ് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടിയത്. അങ്ങനത്തെ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാനും അത് നമുക്ക് പറഞ്ഞു തരാനും ഒരുപാട് സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് പറയുന്ന ആ കോർ പോയിൻ്റ് ഇഷ്യൂ സോൾവ് ചെയ്യാനും ഒക്കെ ഒരു നല്ല തെറാപ്പിസ്റ്റിന് പറ്റും. നല്ല ഒരു സൈക്കാട്രിസ്റ്റിന് നമ്മുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് മെഡിസിൻ വെച്ചിട്ടുള്ള സപ്പോർട്ട് നമുക്ക് തരാൻ പറ്റും. അതൊക്കെയും പാസ് ചെയ്ത് അതിൻ്റെ ഒരു തരക്കേടില്ലാത്തൊരു വേർഷനിലേക്ക് എത്തി നിൽക്കുകയാണ് ഞാൻ. ഇനിയും ഒരുപാട് ജേർണി ബാക്കിയുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ എനിക്കറിയാം, ഒരു 3-4 വർഷം മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഒന്നും ആവാതെ നിന്നിരുന്ന ഉണ്ണിയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എനിക്കറിയാം ഞാൻ കുറേം കൂടി ഓപ്പണാണ്, ഫ്രീ ആണ്, ഹാപ്പിയാണ്. നമ്മളെ അറിയാവുന്ന ആൾക്കാർ പോലും നമ്മളെ അറിയാത്ത ആൾക്കാരും പറയുന്നത് ഉണ്ണി നിങ്ങൾ കുറേ മാറ്റം വന്നിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നതിൽ ഒരു വലിയ കാര്യം ഈ പറയുന്ന മെൻ്റൽ ഹെൽത്ത് ജേർണിയിൽ നടന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ചുറ്റും ഞാൻ വരുത്തണമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ മാറ്റങ്ങളുണ്ട്. എന്നോട് സൈക്കോളജിസ്റ്റ് വന്നിട്ട് ഉണ്ണി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശരിയാവും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല ഈ പരിപാടി. നമ്മൾ തന്നെ തിരിച്ചറിയുകയാണ്. അങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞ് എൻ്റെ ചുറ്റുപാടിൽ ഞാൻ വരുത്തിയ മാറ്റങ്ങളുണ്ട്, ഞാൻ എടുത്ത ശക്തമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം, അവിടെ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മളൊരു ഇങ്ങനൊരു മീറ്റപ്പ് വെക്കുന്നത്, എനിക്ക് കോഴിക്കോട് ബീച്ചിലൊരു പരിപാടി വെച്ചാൽ പോരെ, അതാകുമ്പോൾ എല്ലാവർക്കും ഞാൻ നാരങ്ങവെള്ളം വാങ്ങിച്ചു തന്ന് ഒരു ഐസ് ഫ്ലൂട്ട് വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ എന്താണ് ഐസ് വെറുതെ വാങ്ങിച്ചു തന്ന് എല്ലാവരും പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അടിപൊളി പരിപാടിയല്ലേ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചെണ്ടമേളവും പരിപാടിയൊക്കെ അറിയിച്ച് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ അതല്ല എനിക്ക് കിട്ടിയത് ഇതാണ്. എൻ്റെ ലൈഫിലെ ഒരു വലിയ ടേക്ക് അവേ എന്ന് പറയുന്നത് ഇതാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ സുഖം എനിക്കറിയാം. ആ സുഖം നിങ്ങളിൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. കാരണം സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുന്നത് ഒടുക്കത്തെ ഭാഗ്യമാണ് മാൻ. നമ്മൾ സമാധാനമായി ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒടുക്കത്തെ ഭാഗ്യമാണ്. ഞാൻ എൻ്റെ ലൈഫിലൊരു വളരെ പ്രധാനപ്പെട്ടൊരു തീരുമാനം എടുത്തു. അതിൻ്റെ കൺക്ലൂഡിങ് പോയിൻ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക, ഷോക്കടിച്ച പോലെ ഇരിക്കുക. എനിക്ക് ഒരു ഫീലും ഇല്ല. എൻ്റെ അടുത്ത് അനിയത്തിയുടെ കുഞ്ഞുണ്ടാവാൻ വന്നു, ഞാൻ ഇച്ചുവിനെ കളിപ്പിക്കുന്നു, എനിക്ക് ഇച്ചുവിനെയൊക്കെ ഒരു പുതിയ ആളെ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ ടി വി മാത്രം കാണുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തകളൊക്കെ വരും. ഞാൻ എല്ലാവരോടും ഞാൻ ആ മൊമെൻറ്റിൽ ഇങ്ങനെ പോവുക. എനിക്ക് പരിപാടി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുന്നത്. ഞാൻ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് എനിക്കുണ്ടായ മുഴുവൻ ഫീലും പറഞ്ഞു. അപ്പോഴാണ് അവരെന്നോട് പറഞ്ഞു, ഉണ്ണി ആ അനുഭവിച്ച ഫീലാണ് നമ്മൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, ആ മൊമെൻറ്റിലായിരിക്കുക എന്ന് പറയുന്നത്. അതൊരു ഭയങ്കര റിയലൈസേഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു മൊമെൻറ്റിൽ ഇരിക്കുമ്പോൾ ആ മൊമെൻറ്റിൽ നമുക്ക് ഇരിക്കാൻ പറ്റണ്ടേ. ആ മൊമെൻറ്റിൽ സങ്കടമോ സന്തോഷമോ കൺഫ്യൂഷനോ എന്തോ ആയിക്കോട്ടെ, ആ മൊമെൻറ്റിൽ ഇരിക്കാൻ പറ്റണ്ടേ. അത് ലൈഫിലൊരു വലിയ അച്ചീവ്മെൻ്റാണ്. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ജേണിക്ക് പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് തോന്നുന്ന സമയത്തും ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്താൽ നിങ്ങളുടെ തീരുമാനങ്ങൾ കുറേ കൂടി ബെറ്ററാക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളെയോ വേറൊരാളെയോ കുറ്റം പറഞ്ഞ് ജീവിക്കായിരിക്കും. പക്ഷേ റിയൽ ഇഷ്യൂ വേറെ എവിടെയോ കിടപ്പുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈസി സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറയാനാണ് നമുക്ക് എളുപ്പം, അതുകൊണ്ടാണ് നമ്മളത് പഠിപ്പിക്കുന്നത്. സത്യത്തിൽ സൂര്യൻ കിഴക്കുദിക്കുകയല്ല, സൂര്യൻ അവിടെ നിൽക്കുകയാണ്. ഭൂമി കറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന എഫക്റ്റാണ് സൂര്യൻ കിഴക്കുദിക്കുന്നത് എന്നുള്ളത്. പക്ഷേ അതിനേക്കാൾ എളുപ്പം സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു, ഉദിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ മറഞ്ഞു പോകുന്നു, ഇങ്ങനെ വിശ്വസിക്കാനാണ്. അല്ലെങ്കിൽ ഈ മനുഷ്യരൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിണാമചരിത്രം മുഴുവൻ പഠിക്കുന്നതിനേക്കാൾ എളുപ്പം മറ്റേ ദൈവം വന്ന് മണ്ണ് കുഴച്ചുണ്ടാക്കി അല്ലെങ്കിൽ പുള്ളി ഒരു ലൈറ്റ് എറിഞ്ഞ് അപ്പം തന്നെ മനുഷ്യരുണ്ടായെന്ന് പറയാനാണ്. നമുക്ക് എളുപ്പമുള്ള സൊല്യൂഷനാണ് ഇഷ്ടം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാതിരിക്കുമ്പോൾ അയാൾ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തത്, അല്ലെങ്കിൽ ഞാൻ അന്ന് എടുത്ത ഞാൻ എന്തൊരു മോശം മനുഷ്യനാണ് അതുകൊണ്ടാണ് എനിക്ക് സന്തോഷമില്ലാത്തത്. ഈ 2 കാര്യങ്ങളും വിശ്വസിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ റിയൽ ഒരു ഇഷ്യൂ ഉണ്ടാവും. ആ ഇഷ്യൂവിനെ പിൻ പോയിൻ്റ് ചെയ്ത് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും.
നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ അതിൻ്റെ സിംപ്ലിസിറ്റിയും ബ്യൂട്ടിയും നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവുന്നതുകൊണ്ടാണ്. നമ്മൾ നമ്മുടെ പെയിൻ എന്താണ്, നമ്മൾ കടന്നു വന്ന സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കിത് വേറൊരാളോട് പറയാൻ തോന്നും. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജേർണിയിലൂടെ പാസ് ചെയ്ത് പോയി നിങ്ങൾക്കൊരു സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നല്ലൊരു അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഭയങ്കര ആശ്വാസം കിട്ടിയാൽ നമ്മൾ പോയി പറയില്ലേ, അയ്യോ ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലാണ് സന്തോഷം എന്ന് പറയുന്ന പോലെ, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളാണ്. അതേപോലെ നമ്മൾ ജീവിതത്തിൽ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഫീൽ ചെയ്യുന്ന ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നിങ്ങളും ആ വഴിക്ക് വന്നാൽ നല്ലതായിരിക്കും എന്നുള്ളതുകൊണ്ട്, അറ്റ്ലീസ്റ്റ് വരണമെന്നൊന്നുമല്ല പറയുന്നത്, ആ അവെയർനെസ് നമുക്ക് എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ ഒരുപാട് ഹെൽപ്ലെസ് ആയിരിക്കുന്ന മനുഷ്യർക്ക് അത് ഉപകാരമാവും. ചിലപ്പോൾ നിങ്ങൾ മീറ്റപ്പിന് വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടില്ലായിരിക്കും, നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ച് ഒന്നും വരില്ലായിരിക്കും. പക്ഷേ ഇങ്ങനൊരു കാര്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒരാളോട് പറയുമ്പോൾ ആ ഒരാൾക്ക് ചിലപ്പോൾ ഇത് വലിയ ഉപകാരമാവുമായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. നമ്മൾ കുഞ്ഞുനാൾ മുതൽ വളർത്തപ്പെടുന്നത് നമ്മുടെ സ്കൂളുകൾ, കോളേജുകൾ, വർക്ക് സ്പേസുകൾ, ഇതിലെല്ലാം നിലനിൽക്കുന്ന ഒരുപാട് ടോക്സിക് എലമെൻറ്റുകളുണ്ട്. അത് നമ്മളെ ഒരുപാട് മുറിപ്പെടുത്തുന്നുണ്ട്. ആ മുറിവുകൾ ഹീൽ ചെയ്യപ്പെടണമെന്നുള്ളതാണ്, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് കുറുക്ക് വഴികളൊന്നുമില്ല, പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക, അതിന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കേൾക്കാൻ തയ്യാറാക്കുക, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ ജേണിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങളും പറയേണ്ടി വരും. എൻ്റെ റിലേഷൻഷിപ്പുകൾ, എൻ്റെ ചൈൽഡ്ഹുഡ്, നമ്മളെടുത്ത തീരുമാനം, വർക്ക് സ്പേസുകൾ, ഇവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് മുഴുവൻ പറയാൻ ഈ വീഡിയോ തികയില്ല. അത് നമ്മളെപ്പോഴെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ് പരിപാടികൾ ആരംഭിക്കുന്ന സമയത്ത് ചെയ്യാം. പക്ഷേ വളരെ ദുർഘടമായ ഒരു പാതയിലൂടെ പോയിട്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദാറ്റ്സ് എ വണ്ടർഫുൾ ജേണി. ഇവിടം വരെ എത്തി നിൽക്കുന്ന ഈ യാത്ര എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. വളരെ തിരക്കിട്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ഒന്നിനും സമയമില്ലാതായി പോകുന്നുണ്ട്. അതും നമ്മുടെ കുറ്റമൊന്നും അല്ല കേട്ടോ. കാരണം നമ്മളിതെല്ലാം കൂടെ മാനേജ് ചെയ്ത് അവസാനം എത്തുമ്പോഴത്തേക്ക് നമുക്കായിട്ട് എത്ര സമയം മാറ്റി വെക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ഇപ്പം ഞാനൊക്കെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എനിക്കായി സമയം മാറ്റി വെക്കുന്നുണ്ട് എന്ന് ഞാനൊന്ന് ഉറപ്പ് വരുത്തും. പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഒരു സ്കിൻ കണ്ടീഷൻ ഇഷ്യൂ ഒക്കെ ഉള്ള ഒരാളാണ്. ഞാൻ ഇടയ്ക്ക് ഈ ഒരു കുറച്ച് പ്രശ്നകരമായ സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനതിനൊട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ഒരു രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എന്നെ ടേക്ക് കെയർ ചെയ്യാൻ സമയമില്ല. എനിക്കിഷ്ടമുള്ളൊരു മൂവി കാണാൻ, എനിക്കൊന്നിരുന്ന് പാട്ട് കേൾക്കാൻ, എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ എവിടെ ഇരുന്നാലാണ് എനിക്ക് സന്തോഷം കിട്ടുക എന്ന് പോലും ആലോചിച്ച് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ പതിയെ ആ ഒരു ട്രാക്കിലേക്ക് വരുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ടും കൂടെ കുറച്ച് സമയം കണ്ടെത്തി വെക്കണം. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, ശരിയാണ്. പൂർണ്ണമായും 100% നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്കോ സൗകര്യങ്ങൾക്കോ ഒന്നും വേണ്ടി ജീവിക്കാനൊന്നും ആരെക്കൊണ്ടും പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. നമ്മുടെയൊക്കെ ജീവിതം കുറേയൊക്കെ നമ്മൾ ബാക്കിയുള്ളവർക്കും കൂടി വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ തിരക്കുകൾക്കൊക്കെ ഇടയിൽ നമുക്കായിട്ട് കുറച്ച് സമയം, നമുക്ക് നമ്മളെ അറിയാൻ വേണ്ടിയിട്ടെങ്കിലും കുറച്ച് സമയം നമ്മളൊന്ന് മാറ്റി വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ കേട്ടോ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും, നമുക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. ഓരോ ആൾക്കാരും എന്തൊക്കെ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അത് സത്യമാണ്. നമ്മൾ തന്നെ എന്ത് പ്രശ്നത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. ഞാനൊരു മോശം സിറ്റുവേഷനിലൂടെ പോയ സമയത്ത് ഞാൻ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, ആരെങ്കിലും നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഓക്കെ ആണോ എന്നൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഒന്നും കുറ്റം പറയാല്ല കേട്ടോ. അന്ന് അവർ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നോ എന്നും എനിക്കറിയില്ല. ആ ക്വസ്റ്റ്യൻ ചിലരുടെയെങ്കിലും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് നമ്മളോടെങ്കിലും അത് ചോദിക്കണം. നമ്മൾ പലതും വിട്ടുകളയലാ പതിവ്. എന്തോ തോന്നും, കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഭയങ്കര സ്വാഭാവികമല്ലേ എന്ന് കരുതി നമ്മൾ വിട്ടുകളയും. നമ്മൾ നമ്മുടെ തിരക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. നമ്മൾ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്ത സമയത്തും അതിലൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഫുൾ ടൈം തിരക്കായിട്ടിരിക്കും, അതുകൊണ്ട് എനിക്ക് ഡിപ്രഷൻ ഇല്ല. നമ്മൾ ഫുള്ള് തിരക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്താ ചെയ്യുന്നത്. ഈ തിരക്കൊന്ന് മാറി നിന്ന അവസ്ഥയിൽ നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേ. സോ ആ ഒരു ക്വസ്റ്റ്യൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എത്ര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും കുറച്ച് മൊമെൻറ്റ്
നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരോടും നമുക്ക് ചോദിക്കാൻ പറ്റണ്ടേ. അതിന് നമ്മൾ ആദ്യം ഹീലാവണം, നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യന്മാരെ കാണാൻ പറ്റുള്ളൂ. പ്ലീസ് നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എത്ര സന്തോഷത്തിലിരിക്കുന്ന മനുഷ്യന്മാരാണ് നിങ്ങളുടെ ചുറ്റുമുള്ളതെങ്കിലും വല്ലപ്പോഴും എങ്കിലും ഒക്കെ നമുക്ക്, സത്യത്തിൽ വല്ലപ്പോഴല്ല, ഞാൻ ഈ ഒരു ജേണിയുടെ ഇടയ്ക്ക് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള മനുഷ്യന്മാരോടൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ചോദിക്കും, ഒരാവശ്യം ഉണ്ടാവില്ല, പക്ഷെ അയ്യോ ഓക്കെ, നിങ്ങൾ ഓക്കെ ആണോ, നന്നായിട്ടല്ലേ ഇരിക്കുന്നത്, കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഒന്ന് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റട്ടെ. അതിന് ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോഗ്രാംസ് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണത്. ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആവുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ശ്രുതിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ക്ലിക്ക് ചെയ്യുക. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 20 പേരാണ് മാക്സിമം നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ കുറവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. സോ നിങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നാണെങ്കിൽ ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കുക. ആൻഡ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി നന്നായി പോകാൻ വേണ്ടിയിട്ട് ആശംസിക്കുക. നന്നായി പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് എല്ലാ ജില്ലകളിലും നമുക്ക് ചെയ്യണമെന്നുണ്ട്. പറ്റുന്നിടങ്ങളിലെല്ലാം അത് എത്തിക്കണം എന്നുണ്ട് പരമാവധി ആളുകളിലേക്കും. കോളേജുകളിലും സ്കൂളുകളിലും തൊഴിലിടങ്ങളിലും എല്ലാം മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ളൊരു അവയർനെസ് സ്പ്രെഡ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ മെസ്സേജ് അയയ്ക്കുക, കൂടെ നിൽക്കുക. എൻ്റെ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും താങ്ക്സ്. ഇനിയും ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് അറിയും അതുകൊണ്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.